എവിടേക്കെത്തി? വിശുദ്ധി ഖണ്ഡത്തിൽ. വിശുദ്ധി ഖണ്ഡത്തിലെത്തുമ്പോഴേക്കും നിങ്ങൾ മന്ത്രനിഷ്ഠ നേടിയിട്ടുണ്ടാവും. നിങ്ങളൊരു ഉപാസനയിൽ ഉറച്ചവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മനസ്സിൻ്റെ അസ്വസ്ഥതയും ആലസ്യവും വളരെ 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 കുറവായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നാം എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ് സമചിത്തത. എന്താണ്? ഒരു സാമ്യാവസ്ഥയിൽ മനസ്സെത്തും. അതായത് എന്തു പ്രശ്നം വന്നാലും അതിനെ ഇഗ്നോർ ചെയ്ത് മനസ്സിനെ നാമത്തിലേക്ക് ലാഘവത്തിലൂടെ ഒരു പ്രയത്നവുമില്ലാതെ നമുക്ക് കൊണ്ടുവരാൻ സ്വയം ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് സെൽഫ്, നമ്മൾ ഈ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ആശ്രമത്തിൽ വെച്ച പോലെ കറണ്ട് പോയാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റർ ഓൺ ചെയ്യുന്ന പോലെ, ഇതുപോലെ നമ്മുടെ മനസ്സിലൊരു വിഷമം വന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി മനസ്സ് നാമത്തിലേക്ക് പോകുന്നൊരവസ്ഥ വന്നാൽ, സമചിത്തത വന്നാൽ അത് ആജ്ഞാചക്രത്തിലെത്തി. ആജ്ഞ വളരെ കൂടുതലാണ്. ആജ്ഞ എന്ന് പറഞ്ഞാൽ മനസ്സിനെ കമാൻഡ് ചെയ്യാനുള്ള ആ കഴിവ് കൂടുതലാണ്. അപ്പം നിരീക്ഷിക്കാനും മനസ്സിനെ നിർദ്ദേശിക്കാനും മനസ്സിനോട് ഇത് വിടൂ, ഇത് ചെയ്യൂ എന്ന് ഓട്ടോമാറ്റിക്കലി നമ്മളെ കമാൻഡ് ചെയ്യുന്ന അവസ്ഥയുടെ പേരാണ് ആജ്ഞ, അല്ലെങ്കിൽ ആ ചക്രത്തിൻ്റെ പേരാണ് ആജ്ഞാചക്രം. പിന്നീട് നിങ്ങൾ അവിടെ നിന്ന് ആ ഒരു സുഖത്തിൽ, ലയത്തിൽ ആസ്വദിച്ച് ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ബ്രഹ്മത്തിൽ അല്ലെങ്കിൽ ബോധത്തിൽ അലിഞ്ഞു ചേരുന്നതിൻ്റെ പേരാണ് സഹസ്രാര പദപ്രാപ്തി. അപ്പം നമ്മൾ അവസാനം ബോധത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ആ ഉള്ളിലുള്ള ശാന്തത, സ്വസ്ഥത ആസ്വദിച്ച് ആ ഉള്ളിലുള്ള ഒരു ബോധ സുഖം അല്ലെങ്കിൽ ഒരു ശാന്തത നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേരണം. അങ്ങനെ ചേരുന്നതിൻ്റെ പേരാണ് ഷഡാധാരം കടക്കുക എന്ന് പറഞ്ഞാൽ. എന്താണ് ഷഡാധാരം? അപ്പം ഷഡാധാരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഷഡാധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലസ്യത്തെ കടക്കണം, മൂലാധാര ചക്രത്തിൽ നിന്നും പുറത്തു കടക്കണം, അത് കഴിഞ്ഞാൽ അസ്വസ്ഥതയിൽ നിന്നും പുറത്തു കടക്കണം. അപ്പം നിരന്തരമായൊരു ഉപാസനയിലൂടെ, അച്ചടക്കത്തിലൂടെ മനസ്സിനെയും പ്രാണനെയും ഉണർത്തി അനാഹതത്തിലെത്തി മന്ത്രസിദ്ധി നേടി മനസ്സിനെ സമചിത്തമാക്കി മനസ്സിലുള്ള ശാന്തതയിൽ അലിഞ്ഞ് ആനന്ദം അനുഭവിച്ച് ഷഡാധാരം കടന്ന് ഉപരി. അപ്പം എവിടെ എത്തി? ബോധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. മനസ്സിലാവുണ്ടല്ലോ? ഇത് നിരന്തരമായൊരു പരിശീലനം നമ്മൾ ചെയ്യണം. അപ്പം നമുക്ക് നമ്മളെ തന്നെ അറിയണം. തമോ ഗുണമുണ്ടോ, അസ്വസ്ഥതകളുണ്ടോ എങ്കിൽ മനസ്സിലാക്കണം മനസ്സ് നിൽക്കുന്നത് വയറിന് താഴെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പൊങ്ങിയിട്ടില്ല. ഇവിടെ നിന്ന് പൊങ്ങിയിട്ടില്ല എങ്കിൽ ഈ ജന്മം മര്യാദയ്ക്ക് കിടന്ന് നിങ്ങൾ മരിക്കില്ല, ഞാൻ ഗ്യാരണ്ടി തരാം. ആ ലെവലിൽ നിൽക്കുന്നവൻ കഷ്ടപ്പെട്ട് ദുരിതമായി. കാരണം എന്താ ഞാൻ പറയാൻ കാരണം വെച്ചാൽ പ്രാണൻ താഴോട്ട് വലിച്ചു കളയും. ഈ താഴെ പ്രാണശക്തി നിന്നു പോയാൽ പ്രാണൻ നമ്മളെ, അപാനൻ നമ്മളെ താഴോട്ട് പുള്ളിയും. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോവേണ്ട സമയത്ത് പോവേണ്ടതാണെങ്കിൽ ഏതിലെയാ പോവേണ്ടത്? ഏതിലെന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്കറിഞ്ഞിരിക്കണം നമ്മൾ ഏതിലെയാ പോകുന്നത്. ആര് പോകുന്നത്? മുറിയുടെ പുറത്തേക്ക് പോകുന്ന കാര്യമല്ല പറയണത്. ലാസ്റ്റ് മരിക്കുന്ന സമയത്ത് പോകുന്നത് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രാണനെ നമുക്ക് ഉയർത്താൻ ഋഷിവര്യന്മാരെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഈ പ്രാണനെ എങ്ങനെയാ ഉണർത്തുക. അതിനാണ് നമുക്ക് ഈ പ്രാണനെ ഉണർത്തുന്ന പ്രാണായാമ അല്ലെങ്കിൽ നമ്മൾ ചലനാത്മകമായ കാര്യവും മനസ്സിനെ ഉയർത്താനാണ് നാമജപം തുടങ്ങിയത്. ധ്യാനത്തിലൂടെ നാമജപം. അപ്പം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മൂലാധാരത്തിൽ നിന്ന് നോക്കണം, നമ്മളെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം നോക്കണം. ഈ മൂലാധാരത്തിൽ നിന്ന് നമ്മളെ ഉണർത്താൻ വേണ്ടി
ഒരു വലിയ ശക്തി വിശേഷം നമ്മളിലുണ്ട്. അതിനെയാണ് കുണ്ടലിനി ശക്തി എന്ന് പറയാം. അപ്പം നിരന്തര ഉപാസന ചെയ്യുമ്പോൾ ഈ കുണ്ടലിനി ശക്തി ഉണരും. മനസ്സിലായില്ലേ? അതിന് നമുക്ക് ഈ മുകളിലും താഴെയുമായി കണക്ട് ചെയ്യുന്ന, ഈ ശക്തി ഉണർത്താൻ സാധിക്കുന്ന ഒരു നാഡിയുണ്ട്. അതിൻ്റെ പേരാണ് സുഷുപ്ന നാഡി. ഈ സുഷുപ്ന നാഡിയെ കണക്ട് ചെയ്തിട്ട് നട്ടെല്ലിൻ്റെ നടുക്കൂടെയാണ് ആര് പോകുന്നത്? സുഷുപ്ന. അതങ്ങനെ നമ്മുടെ നട്ടെല്ലിലൂടെ കയറി വന്ന് നേരെ മൂർധാവിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ സുഷുപ്ന നാഡിയെ ആക്റ്റീവാക്കാൻ വേറെ 2 നാഡികളുണ്ട്. നട്ടെല്ലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇടതുവശത്തായിട്ട് ഇട എന്ന നാഡിയും റൈറ്റ് സൈഡിൽ പിങ്കള എന്ന നാഡിയും. അപ്പം നമ്മൾ നിരന്തരമായ ഈ പ്രാണസ്പന്ദനം ചെയ്യുമ്പോൾ, പ്രാണസ്പന്ദനം ഉണർത്തുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അത് യോഗയാവട്ടെ, പ്രാണായാമമാവട്ടെ, നടത്തമാവട്ടെ, എന്താവട്ടെ, അപ്പോൾ ഈ ഇട പിങ്കള നാഡികൾ, ഇടയുടെയും പിങ്കളയുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്ന് തണുത്ത വായുവിനെ അകത്ത് കൊണ്ടുവരും, ചൂടുള്ള വായുവിനെ പുറത്തേക്ക് തള്ളും. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ ദുഷിച്ച നമ്മളതിൻ്റെ സയൻസ് നോക്കുമ്പോൾ ഡള്ളായിട്ടുള്ള ആളുകളിൽ ഓക്സിജൻ ലെവൽ വളരെ കുറവായിരിക്കും. അവരിൽ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ നല്ല ഓക്സിജൻ ഉള്ളിലേക്ക് കടക്കും ചെയ്യുന്തോറും ഉള്ളിലുള്ള കെട്ടിക്കിടക്കുന്ന ഈ ഡള്ളാക്കുന്ന വാതകങ്ങളൊക്കെ പുറത്തേക്ക് തള്ളാൻ തുടങ്ങും. അങ്ങനെ ഈ ഉള്ളിൽ ഒരു പ്യൂരിറ്റി വരുമ്പോൾ, ഈ സുഷുപ്ന നാഡി ഉണരുമ്പോൾ എന്തു ചെയ്യും? കുണ്ടലിനി ശക്തി അങ്ങനെ പൊങ്ങി പൊങ്ങി വരും. ഇന്ന് മോഡേൺ സയൻസ് ഇതിനെ കണക്ട് ചെയ്യുന്നത്, പറയുന്നത് ആലസ്യമുള്ളവർക്ക് രോഗം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അവരിൽ ഓക്സിജൻ്റെ അളവ് കുറവാണ്. ഇപ്പോൾ കൊറോണയ്ക്കെതിരെ ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് രാവിലെ എണീറ്റുള്ള നടത്തമാണ്. കാരണം വെച്ചാൽ കൂടുതൽ ശരീരത്തിൽ ഓക്സിജൻ അളവുള്ളവർക്ക് അവരുടെ pH ഫാക്ടർ വളരെ ബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ pH ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൻ്റെ pH ഫാക്ടർ 7.34 അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രതിരോധ ശക്തി വളരെ ഇൻടാക്റ്റായിട്ട് നിൽക്കുന്നതാണ്. അപ്പം അതിൽ ഓക്സിജൻ്റെ അളവ് കുറയും തോറും ഈ pH ഫാക്ടർ വളരെ ലോ ആയിക്കഴിഞ്ഞാൽ അവർക്ക് രോഗം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമ്മളിതൊക്കെ മനസ്സിലാക്കിക്കൊള്ളാം. രാവിലെ എണീറ്റ് വെറുതെ മാസ്ക് ധരിച്ചാലൊന്നും രോഗം വരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ മാസ്ക് നിങ്ങൾ ധരിച്ചു പുറത്തു പോയാലും നിങ്ങളായതുകൊണ്ട് ഈ മാസ്ക് ഊരിയിട്ട് അതിൻ്റെ പുറംഭാഗം കൊണ്ട് അതെവിടെയും വയ്ക്കും. കാരണം ചൊട്ടയിലെ ശീലം ചൊടല വരെ പഠിച്ചതേ നമ്മൾ ചെയ്യുള്ളൂ. ഇനി അതല്ല, നിങ്ങളുടെ മാസ്ക് നിങ്ങൾ അവിടെ അഴിച്ചു വെച്ച് വല്ലവൻ്റെയും മാസ്ക് എടുത്തിട്ട് നിങ്ങൾ തുടക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് മാസ്ക് ഇട്ടത് കൊണ്ട് മാത്രം രോഗം വരില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കാരണം മാസ്കിലും അസുഖങ്ങൾ അതിലൂടെയും വരാം. നിങ്ങളിപ്പോൾ ആ മാസ്ക് എടുത്ത് എന്താ പറയുക, അത് അവിടെ തന്നെ വെച്ച് നിങ്ങൾ ആ മാസ്ക് തൊടില്ല എന്ന് പറയാൻ പറ്റുമോ? പലപ്പോഴും നിങ്ങളുടെ മാസ്കിൻ്റെ മുകളിൽ നിങ്ങൾ ചിലപ്പം കിഴിഞ്ഞു പോകും. കാരണം നിങ്ങളൊന്നും അങ്ങനെ കെട്ടി ശീലിക്കാത്തവരായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് കഴിഞ്ഞു പോവും അല്ലെങ്കിൽ കിഴിഞ്ഞു പോവും. ഈ പ്രശ്നങ്ങളൊക്കെ വരും. ഇനി കാതിൻ്റെ മുകളിൽ തൂക്കിയിടുന്നതാണെങ്കിൽ ആ കാത് വേദനിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇത് കാതിൻ്റെ അവിടെ നിന്ന് മാറ്റും. ഇപ്പം നോക്കൂ, നിങ്ങൾ മാസ്ക് വെച്ചിട്ട് ആളുകൾ മാസ്ക് ഇവിടെ കിടക്കണോ അവരിങ്ങനെ, കാരണം ശീലമില്ല നമുക്ക്. ഇപ്പോൾ കാതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കൂടെ ഇങ്ങനെ തൂങ്ങിയിട്ട് ഇവിടെ അങ്ങനെ ഈ താടിയുടെ വരെ ഇപ്പം മാസ്ക് ഇപ്പോൾ താടിക്കാണ് തോന്നണു. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞാൽ ഇതൊരു ആചാരമാവുമോ എന്നുള്ളതാണ് പേടി. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് അമ്പലത്തിൽ പോകുമ്പോൾ ഭഗവാന് മാസ്ക് ഇട്ട് വയ്ക്കുമോ എന്നുള്ളതാണ്. കാരണം ഈ ഭക്തന്മാരൊക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ ഭഗവാനും മാസ്ക് വേണ്ടി വരുമെന്ന് അല്ലേ? ആലോചിച്ച് കൃഷ്ണനൊക്കെ മാസ്ക് ഇട്ടിരിക്കുന്നൊരവസ്ഥ.
ഈ തരത്തിൽ നമ്മൾ എത്ര കെയർ ചെയ്താലും എവിടെയെങ്കിലും ഒരു കെയർലെസ്നെസ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അസുഖം വരാം. എപ്പോഴും നമുക്ക് കെയർ ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും കെയർ ചെയ്ത് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഏത് സമയത്ത് എപ്പോൾ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. രാവിലെ നേരത്തെ എണീറ്റ് കുറേ നടന്നോ യോഗ ചെയ്തോ ഈ ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ പുറത്ത് കളഞ്ഞ് നല്ല ശുദ്ധവായു രാവിലെ തന്നെ ഉള്ളിൽ. ഇവിടെയാണെങ്കിൽ ശുദ്ധവായുവിന് ഒരു കുറവുമില്ല. നല്ലോണം എന്ന് വെച്ചിട്ട് നിർത്താണ്ട് വലിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ കഞ്ചാവ് വലിക്കുന്ന ആളുകൾ പോലെ ഞാനൊന്ന് ശുദ്ധവായു വസിക്കട്ടെ വലിച്ചങ്ങനെ കയറ്റിയിട്ട് അവസാനം അത് അന്ത്യശ്വാസം ആവരുത്. അപ്പം നമ്മൾ നല്ല വായുവൊക്കെ ഉള്ളിലേക്ക് എടുത്ത് ഉള്ളിലുള്ള ആലസ്യവും അസ്വസ്ഥതയൊക്കെ മാറ്റിയെടുത്ത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയൊക്കെ ഊർജവും ഉന്മേഷവും ഉത്സാഹവും അതുപോലെ മനസ്സിന് ശാന്തതയും ഏകാഗ്രതയും സമചിത്തതയും ഉള്ളതാക്കി തീർത്താൽ കിടക്കാതെ നമുക്ക് ജീവിക്കാം, കിടക്കാതെ ഇവിടുന്ന് പോവാം. ഒരു ഉപദ്രവം നമ്മളെ കൊണ്ടുണ്ടാവില്ല. ഇതാണ് ഋഷി ഇവിടെ പറയുന്ന ഷഡാധാരം കടന്ന് ഉപരി. ഇപ്പം ഷഡാധാരം കടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് കോണി വെച്ച് കിടക്കുന്ന ഏർപ്പാടാണല്ലോ. ഈ ഷഡാധാരം കിടക്കൽ മെനക്കെട് തന്നെ വേണം. അതിന് ക്രിസ്ത്യൻ സമൂഹം പറയുന്ന പോലെ പാപം കഴുകാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ഈ ഷഡാധാരം കടക്കാൻ വേറെ ആൾക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റില്ല. ആരൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ തങ്കമണി നീ എനിക്ക് വേണ്ടി ഷഡാധാരം കടന്നതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ തങ്കമണിക്കോ മീനാക്ഷിക്കൊന്നും നിങ്ങൾക്ക് വേണ്ടി ഷഡാധാരം കിടക്കാൻ പറ്റില്ല. അവനവന് വേണ്ടി അവനവൻ മെനക്കെടണം. അപ്പം ഇത് ഒത്തിരി ഒരു മെനക്കെടുള്ള ശ്ലോക പറഞ്ഞിരുന്നത്. ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ ഇങ്ങനെയാണെങ്കിൽ ഹരിനാമകീർത്തനം വായിക്കേണ്ടിയില്ലായിരുന്നു. കാരണം നമ്മളിത്തിരി മെനക്കെടേണ്ട കാര്യം പറയുമ്പോൾ നമ്മളിത്തിരി പുറകോട്ട് പോകും. ഓ വായിക്കാൻ എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെടുക്കൽ ഇത്തിരി പ്രയാസമാണ്. എന്തുകൊണ്ടാണ് പ്രയാസം? നമുക്ക് മനസ്സില്ല. അതുകൊണ്ട് തന്നെ മനസ്സുണ്ട് എങ്കിൽ ഇപ്പം 5 മണിക്ക് എണീറ്റിട്ട് നിങ്ങളോട് പറയാണ് മുനിപ്പാറയിൽ ഏതോ ഒരു ലോറിയിൽ നിന്ന് സ്വർണം വീണിരിക്കുകയാണ്, റോഡ് മുഴുവൻ സ്വർണ്ണമാണ്, ഇപ്പോൾ പോയാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 മണിക്ക് പറഞ്ഞ ന്യൂസിന് 5:01 നിങ്ങൾ ഓടിയിട്ടുണ്ടാവും. കാരണം നമുക്ക് വല്ല ഗുണവും കിട്ടുന്ന കാര്യമാണെങ്കിൽ നമുക്ക് 5ഉം ഇല്ല 6ഉം ഇല്ല, നമ്മൾ അവിടെ പോയി നിന്ന് ക്യൂ നിന്നുണ്ടാവും ഇല്ലേ? ആൾക്കാർക്ക് പ്രയോജനമുള്ള കാര്യത്തിൽ അവർക്ക് ഷഡാധാരമല്ല എല്ലാ ആധാരവും അവർ കിടക്കും. കാരണം അവർക്ക് ആ സമയത്ത് ആധാരവും ആധാർ കാർഡൊന്നും ഒരു പ്രശ്നമല്ല. വേണമെന്ന് വെച്ചാൽ അവർ ഈ കള്ളിനെ ക്യൂ നിൽക്കണം നോക്കൂ, തൊടാതെ 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 നിൽക്കണം. അപ്പോൾ എത്ര സമയം എടുക്കണം? മണിക്കൂറുകൾ നിൽക്കാൻ അവർ തയ്യാറാണ്. എന്നാ ആ മനുഷ്യനോട് രാവിലെ എണീറ്റ് 5 മണിക്ക് നിന്നിട്ട് യോഗ ചെയ്യാമെന്ന് പറഞ്ഞു നോക്കൂ, അതയാൾ ചെയ്യില്ല. എന്നാൽ കുടിച്ച് മൂക്കറ്റ് അയാൾ ശീർഷാസനം ദാനം ചെയ്തോളൂ അയാൾ. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് പലർക്കും നന്നാവണം എന്ന് ഇല്ല. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഈ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് തീർക്കണം. നന്നാവണം എന്നാഗ്രഹിക്കുന്നവർക്ക് രക്ഷപ്പെടാനുള്ള വഴി ഇവിടെ ഉണ്ട് എന്ന് എഴുത്തച്ഛൻ മനോഹരമായി നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാ പ്രശ്നങ്ങളുടെ ഇടയിലും ഒരു ശാന്തതയോടെ സ്വസ്ഥതയോടെ സുസ്ഥിരയോടെ മനസ്സിനെ എങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റും? കാരണം ചില പ്രശ്നങ്ങൾ നമ്മളെ വളരെ അലട്ടുമ്പോൾ, ഉത്തരം കിട്ടാത്ത ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിൻ്റെ സമനില കയ്യിൽ നിന്ന് വിട്ടുപോകും. അപ്പം ചില ആളുകൾക്ക് കാണാൻ നിങ്ങൾക്ക് മരണം അവരെ വീട്ടിൽ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ പല അപകടങ്ങൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മനസ്സ് വളരെ വളരെ ചഞ്ചലമാവും. ഇപ്പോൾ നമുക്കൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് കുട്ടികൾ, പേരക്കുട്ടികൾ ഒക്കെ ബന്ധങ്ങളുണ്ടല്ലോ. അപ്പം അവനവൻ്റെ ആളുകൾക്ക് വല്ലതും സംഭവിച്ചാൽ അത് മാനസികമായി എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ശരി, വേദാന്തം നമ്മൾ പഠിച്ചാലും ശരി,
കുറച്ച് സമയത്തേക്കെങ്കിലും മനസ്സിൻ്റെ ഒരു എന്താ പറയുക നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെ നിയന്ത്രണം വെടിയിപ്പിക്കാൻ ആളുകൾക്ക് വളരെയധികം സാധിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥതയായിരിക്കും നമ്മുടെ ആരോഗ്യ പ്രശ്നം പലപ്പോഴും ഗുരുതരമാക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ ചില മരിച്ച വീട്ടിലൊക്കെ ഇപ്പോൾ ഭർത്താവ് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഭാര്യ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡിപ്രഷനിൽ പോയി, അതൊരു ഫ്രസ്ട്രേഷനായിട്ട് ഭയങ്കര ഹിസ്റ്റീരിയായിട്ട്, പിന്നെ 2 ദിവസം കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. കാരണം BP ഷൂട്ടപ്പ് ചെയ്തു, അവർക്കാകെ ബ്ലഡ് പ്രഷർ കൂടി, അവർ കൊലാപ്സായി, അല്ലെങ്കിൽ അവർ ബോധം കെട്ടു. ഇങ്ങനെയൊക്കെ കേൾക്കാറില്ലേ? ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അപ്പം ഇന്ന് സമൂഹം മുഴുവൻ ഒരു അസ്വസ്ഥമായൊരു മനസ്സിലാണ്, അല്ലെങ്കിൽ ഒരു സ്വയം നിയന്ത്രണമില്ലാത്തൊരു മനസ്സിലാണ്. നമ്മളാരും അത് കാണുന്നില്ല. നമ്മുടെ ഗവൺമെൻറ് പോലും അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നില്ല. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യവും യാത്രാ സ്വാതന്ത്ര്യവും വലിയ വലിയ ഘോര പ്രസംഗങ്ങൾ സർക്കാർ ചെയ്യുന്നു എന്നല്ലാതെ മനുഷ്യൻ്റെ ഉള്ളിൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ, ഈ വികാരങ്ങൾ അവനെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അവന് മാത്രമല്ല അപകടം, അത് മറ്റുള്ളവർക്കും അപകടം തന്നെയായിരിക്കും. അപ്പം ആ പ്രക്ഷുബ്ധതയെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ്. അപ്പം തൻ്റെ ജീവിതം എന്തിനാണ്, തൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണ്, ഇതൊക്കെ ഒന്ന് സ്കൂൾ ലെവലിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? എല്ലാവരുടെ ഉള്ളിലും കാമക്രോധങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണെന്ന് നമുക്ക് അറിയണം. അതിനാണ് നമുക്ക് ഈ ഹരിനാമകീർത്തനമൊക്കെ ചെറുപ്പത്തിൽ വായിക്കണം. എന്തിനാണ് ഈ ജീവിതം? മനസ്സിലായില്ലേ? രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് വിവേകാനന്ദൻ എന്ന നരേന്ദ്രൻ ചെല്ലുമ്പോൾ, ആ കാലത്തെ വലിയ ബുദ്ധിമാനായിരുന്നു നരേന്ദ്രൻ. അദ്ദേഹം അന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിലൊക്കെ BA ഒക്കെ എടുത്ത് ഇരിക്കുന്ന കാലം, കൽക്കത്തയിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ഇവിടെ അന്ന് ഇത്തിരി ബുദ്ധിയുള്ളവന് ഏത് സ്ഥാനമാനങ്ങളും കിട്ടാൻ കഴിവുള്ള ഒരു കാലഘട്ടത്തിലായിരിക്കണം. എന്നാൽ രാമകൃഷ്ണ പരമഹംസരുടെ അടുത്തെത്തുമ്പോൾ നരേന്ദ്രന് മനസ്സിലായി എന്താണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണെന്ന് മനസ്സിലായി. ആ ഗുരുവിൽ നിന്നത് മനസ്സിലാക്കിയതോടുകൂടി തൻ്റെ ലൗകിക ജീവിതത്തിൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളെക്കുറിച്ചുള്ള ചിന്തയും വിട്ടുകൊണ്ട് പിന്നെ അദ്ദേഹം മാറി മറഞ്ഞ് ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരു സ്വാമി വിവേകാനന്ദനായി മാറുമ്പോൾ നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് സ്വാമി ആയത് അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പം അദ്ദേഹം ഇത് തന്നെയാണ് മറ്റുള്ളവരുടെയും ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം, അത് നിങ്ങളും അറിഞ്ഞിരിക്കണം. ഇതാണ് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു കൊടുത്തത്, ആണോ? ആ കാര്യമാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇതര മതഗ്രന്ഥങ്ങളെ പോലെയല്ല. അവിടെയൊക്കെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, പുണ്യം നേടുക, പുണ്യം നേടിയ അവസാനം സ്വർഗത്തിലേക്ക് പോവുക. സ്വർഗത്തിലേക്ക് പോകാൻ ഇവർ പോവില്ല, ദൈവം അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക. അതാണ് അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം. എന്നാൽ നമ്മുടെ ഭാരതീയ ഹിന്ദു സംസ്കൃതി പഠിപ്പിക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷമുള്ള സ്വർഗപ്രാപ്തിയല്ല, ഇവിടെ തന്നെ ജീവിതം സ്വർഗീയമാക്കലാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കടന്നു വരുന്ന പ്രതിസന്ധികളെ നമ്മൾ മറികടക്കുകയും വേണം. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യരുത്. അപ്പോഴല്ലേ സ്വർഗമാവുള്ളൂ. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അവരനെ സുഖത്തിനായി വരണം എന്ന നാരായണ ഗുരുദേവൻ പറയുന്നത് തന്നെയാണ് സ്വർഗം. ഈ തരത്തിൽ മരിച്ച ശേഷമല്ല സ്വർഗം, ഇവിടെ തന്നെ മനുഷ്യന് സ്വർഗം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് അത് നമ്മളെ പഠിപ്പിക്കേണ്ടതല്ലേ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട്. സ്വഭാവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ക്യാരക്ടർ അല്ലെങ്കിൽ സൈക്കോളജി
ഈ വിഷയത്തെക്കുറിച്ച് സ്കൂൾ തലങ്ങളിൽ വളരെ ഒരു ഗൗരവമായ പഠനമില്ലെങ്കിൽ നമ്മൾ പറയുന്നൊരു ഭാഷയുണ്ട്, എന്താണ്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഞാനത് ഏതോ സിനിമ ഡയലോഗാ തോന്നണം, പണ്ടേതോ സിനിമയിൽ വന്നിരിക്കുന്നൊരു വാക്കാണ്, പിന്നീട് അതൊരു പ്രചാരമായി. ഞാൻ ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അങ്ങനെ ചെയ്തു പോയത്. ഈ ചില പിള്ളേർ പറയാറില്ലേ, ഞാൻ കള്ളൊന്നും കുടിക്കാറില്ല, പക്ഷേ സാഹചര്യം എന്നെ കള്ളു കുടിക്കാൻ പ്രേരിപ്പിച്ചു, കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിച്ചു, അടിക്കാൻ പ്രേരിപ്പിച്ചു. എന്നാൽ അവിടെയൊക്കെയാണ് നമ്മുടെ ഗ്രന്ഥങ്ങളുടെ മഹത്വം. നിങ്ങൾക്ക് നോക്കൂ, നിങ്ങൾ രാമായണത്തിനെ ഇത്ര മനോഹരമാക്കിയത്, രാമൻ ഇങ്ങനെ സാഹചര്യൻ്റെ സമ്മർദ്ദത്തിൽ പെരുമാറിയിരുന്നെങ്കിൽ ദശരഥൻ്റെ പണി അന്ന് തീർന്നിരുന്നു. ദശരഥ മഹാരാജാവും കൈകേയിയും രാമനോട് എങ്ങോട്ട് പോകാൻ പറയുന്നു? കാട്ടിലേക്ക് പോകാൻ പറയണമെങ്കിൽ ഇന്നത്തെ ഒരു തലമുറയിൽപ്പെട്ടാണ് രാമനെങ്കിൽ മുടിയൊക്കെ ഒരുപാട് വളർത്തി, അതിൻ്റെ ഉള്ളിൽ കടന്നൽക്കൂടുണ്ടോ തേനീച്ചക്കൂടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതും എന്താ പറയുക, ഒരു വൃത്തികെട്ട രൂപമാക്കാൻ പറ്റുമോ അത്രയും വൃത്തികേടാക്കി. പാൻറ് താഴെ നിന്ന് വലിച്ചു കയറ്റണമെങ്കിൽ ഒരാൾ വേണം. ഈ കോലത്തിലുള്ളൊരു ലൂസ് ഷർട്ടും ലൂസ് പാൻറ്റും ഒക്കെ കൊടുത്ത് ഇതൊക്കെയാണ് ഇന്നത്തെ ഫാഷനെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ ഒരു ഹിപ്പി മോഡലാണ്, പണ്ടതിന് ഹിപ്പി എന്നാണ് പറയുക അല്ലേ, ഈ ഒരു മോഡലൊക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു ലോകത്തിലാണ് ഈ ദശരഥൻ ജീവിക്കുന്നെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്തിലാണ് ദശരഥൻ ജീവിക്കുന്നെങ്കിൽ, രാമ നീ കാട്ടിപ്പോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ദശരഥൻ്റെ അന്ത്യശ്വാസം അവിടെ കൊണ്ട് തീർന്നിട്ടുണ്ടാവും. പിന്നെ അടുത്തത് രാമൻ പറയും, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഞാനങ്ങനെ ചെയ്തു എന്ന്. അങ്ങനെയുള്ളൊരു വൃത്തികെട്ട കഥയല്ലല്ലോ നമ്മുടെ രാമായണം, ആണോ? അതല്ലേ രാമായണം ഇന്നും ജീവിക്കുന്നത്, ഇന്നും നിലനിൽക്കുന്നത്. നമ്മുടെ രാമൻ നമ്മളെ പഠിപ്പിക്കുന്നത് കാട്ടിലേക്ക് പോകൂ എന്ന് പറഞ്ഞപ്പോൾ അത് രാമൻ്റെ മനസ്സിനെ അല്പം പോലും ചഞ്ചലപ്പെടുത്താൻ രാമൻ ഒരിക്കലും അപ്പം ഈ കഴിവ് എവിടുന്ന് കിട്ടി രാമന്? ഇതെവിടുന്നാണ് രാമന് കിട്ടിയത്? ഇതുപോലെ ഈ സമൂഹത്തിലുള്ള ആളുകൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ സമൂഹത്തിൽ ഇതുപോലുള്ള അക്രമങ്ങളും അരാജകത്വങ്ങളും ഉണ്ടാവില്ലായിരുന്നു. ഈ കഴിവിൻ്റെ പേരാണ് ആത്മീയ വികാസം. എന്താണ്? അതിനാണ് നമുക്ക് ഗുരുവരുളാലേ എന്തു വേണം? ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് ഇതെല്ലാം ഒന്ന് പഠിച്ചെടുക്കണം. അപ്പം നമ്മൾ എന്താ പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഈ മനസ്സിനെ എങ്ങനെ നമുക്ക് പരിവർത്തനം ചെയ്യാം. അപ്പം മനസ്സിനെ പരിവർത്തനം വരുത്തണമെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഏതിലേക്ക് വരണം? മനസ്സിനെയാണ് മാറ്റിയെടുക്കേണ്ടതെങ്കിൽ എല്ലാവരും പറയും മനസ്സ് നന്നാവണം, മനസ്സ് നന്നാവണം. പക്ഷേ മനസ്സ് നന്നാവണമെങ്കിൽ നന്നാക്കേണ്ട മനസ്സിലേക്ക് വേണം നമ്മുടെ ശ്രദ്ധ. അപ്പം ശ്രദ്ധ മനസ്സിലേക്ക് വരണമെങ്കിൽ അവിടെ തന്നെ തുടങ്ങി ധ്യാനം. ഏത് വേണം? കാരണം നമ്മുടെ മനസ്സിനെ കണ്ടുപിടിക്കാൻ സ്ഥൂല കണ്ടുകൊണ്ട് ഒരിക്കലും സാധ്യമല്ല. കാരണം സൂക്ഷ്മമായ ചിന്തകളെ നമുക്ക് കാണണമെങ്കിൽ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണല്ലോ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യാനാണല്ലോ നമ്മൾ സൂക്ഷ്മദർശിനികൾ. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനത്തിനെ കാണുന്നതിന് സൂക്ഷ്മദർശിനി പറഞ്ഞാൽ മൈക്രോസ്കോപ്പ് പോലുള്ള സാധനങ്ങൾ വേണം, അല്ലേ? അപ്പം സൂക്ഷ്മമായൊരു സാധനത്തിനെ കാണണമെങ്കിൽ നമുക്ക് അത്രയും കോൺസെൻട്രേഷൻ വേണം. നിങ്ങൾ ഈ സൂചി നൂല് കോർക്കുന്ന പോലെ, നിങ്ങൾ സൂചിയും നൂലും കോർക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കോർക്കാൻ പറ്റുമോ? അതിനത്രയും ശ്രദ്ധ വേണം. എന്ന് മാത്രമല്ല, ശ്രദ്ധ വെച്ചാൽ ഇതിങ്ങനെ ആടുന്ന ഒരാളാണെങ്കിൽ എത്ര നാവിൻ്റെ മുകളിൽ തുമ്പത്ത് വെച്ച് വലിച്ചാലും കൂർപ്പിച്ചാലും ഇതൊരിക്കലും ഈ നൂല് ഇനി കയറിയെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഒരു കയ്യിൽ സൂചി, ഒരു കയ്യിൽ നൂല്, ഇതങ്ങോട്ട് കയറിയെന്ന് വിചാരിക്കുക. അപ്പോഴാണ് ഇപ്പുറത്ത് വലിക്കാൻ പറ്റണില്ല. കാരണം ഈ നൂല് വിടുമ്പോഴേക്കും അത് മൊത്തം പോകുന്നു. ഒന്ന് ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കൂ. കഷ്ടകാലത്തിനത് കയറി, അല്ല നല്ല കാലത്തിനത് കയറിയാൽ തന്നെ വീണ്ടും അത് കഷ്ടകാലം. അപ്പം അതിനെത്രമാത്രം ശ്രദ്ധ വേണം നോക്കൂ. അതും ചെറിയ സൂചിയാണെങ്കിലോ, ഇന്ന് പിന്നെ പടപട വലിയ സൂചി നമുക്ക് കിട്ടും, ഇല്ലേ? വലിയ ഓട്ടയൊക്കെ ഉള്ള
ഇന്നിപ്പോൾ വലിയ സൂചി, പണ്ട് കാലത്ത് അത്ര വലിയ സൂചിയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ സൂചിയാണ്. ഇപ്പോഴും ഉണ്ട് അങ്ങനെയൊക്കെയുള്ള സൂചി. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് കോർത്ത് കിട്ടണമെങ്കിൽ അതിൻ്റെ തുമ്പൊന്ന് നന്നായിട്ട് കൂർപ്പിക്കണം. അപ്പം അത് നാക്കുകൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, അതിനൊന്ന് നല്ലവണ്ണം ഒന്ന് അങ്ങനെയല്ലേ ചെയ്യാറ്? അങ്ങനെയല്ലേ നിങ്ങളൊന്നും ചെയ്യാറ്? എല്ലാവരും തന്നെ ചെയ്യുക. എന്നിട്ട് അതിനെ അങ്ങ് കൂർപ്പിച്ചെടുത്ത് ഒരറ്റം അങ്ങോട്ട് കടന്ന് കിട്ടുന്ന സമയത്തുള്ളൊരു നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു അരമണിക്കൂർ മെനക്കെട്ടിട്ട് അത് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്നൊന്ന് കോർത്ത് അതിൻ്റെ ഒരു തല അപ്പുറത്തേക്ക് കടന്നാൽ ഈ ലോകം കിടക്കിയ പോലെയാണ്.